ഹലോ എവരിവൺ. ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഡിഗ്രി 50% മാർക്കുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അതിൻ്റെ വിശദ വിവരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതിൻ്റെ 2 പോസ്റ്റുകളാണുള്ളത്. അസിസ്റ്റന്റ് 15 ഒഴിവുകളാണ്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. OBC, SC/ST, EWS ഒക്കെ റിസർവേഷൻ ഉണ്ട്. പിന്നെ പോസ്റ്റ് വരുന്നത് അസിസ്റ്റന്റ് ഫിനാൻസ് ആണ്. 12 ഒഴിവുകളാണ് അതിൽ വരുന്നത്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആഗസ്റ്റ് 9 ആപ്ലിക്കേഷൻ അവസാനിക്കുന്നത് ആഗസ്റ്റ് 30 ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 9 ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, 30 അപേക്ഷ അവസാനിക്കുന്നത്. പേ ലെവൽ 4 ആണ് ഇതിൻ്റെ ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത്. 7 ഘട്ടങ്ങളിലായിട്ടാണ് നമ്മൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ പൂർത്തിയാക്കേണ്ടത്. ആദ്യം രജിസ്ട്രേഷൻ ഉണ്ടാവും, പിന്നീട് പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുക, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും അതർ റിലവൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അത് കൊടുക്കുക, നിങ്ങളുടെ ഫോട്ടോ, സിഗ്നേച്ചർ, ആപ്ലിക്കേഷൻ പ്രിവ്യൂ എടുക്കുക, പേയ്മെൻറ്റ് അടക്കാം. ഇതിന് പേയ്മെൻ്റ് ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമുക്ക് പരിശോധിക്കാം. അതുപോലെ തന്നെ വുമൺ കാൻഡിഡേറ്റ്സിന് ഇതിന് ഫീ ഇല്ല. നമുക്ക് വിശദമായിട്ട് അത് പറയാം. അപ്പോൾ ഇതിൻ്റെ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് അറിയാനുള്ളത്. നമുക്കിതിൽ വേണ്ട കാര്യങ്ങൾ UGC സർട്ടിഫിക്കറ്റ് വേണം, മാർക്ക് ലിസ്റ്റ് വേണം, സെൻട്രൽ ലിസ്റ്റ് പ്രകാരമുള്ള നിങ്ങളുടെ OBC നോൺ ക്രിമിലിയർ, അതുപോലെ തന്നെ EWSൻ്റെ അതുപോലെ SC/ST സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ തന്നെ വേണം. ഓക്കെ, ഇതൊക്കെ നമ്മളിതിൻ്റെ കൂടെ അപ്ലിക്കേഷൻ അയക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യേണ്ടതുണ്ട്. 35 വയസ്സാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത്. SC/ST OBCക്കൊക്കെ ഏജ് ലിമിറ്റിൽ ഇളവ് ലഭിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അറിയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓൺലൈൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അടുത്ത മാസം 15 ഇതിൻ്റെ എക്സാം വരുന്നത്, പരീക്ഷ വരുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അൺറിസർവ്ഡ്, EWS, OBC ഇവർക്ക് 50% മാർക്കാണ് വേണ്ടത്. SC/ST 45% മാർക്ക് മതിയാകുമെന്നുള്ളതാണ്. ഇതിൻ്റെ അപേക്ഷാ ഫീസ് വരുന്നത് 1000 രൂപയാണ്. 1000 + GST ആണ് അപേക്ഷാ ഫീ വരുന്നത്. SC/ST 700 രൂപ മതിയാകും. ഓക്കെ, ഇനി പ്രധാനമായിട്ട് നമ്മളിതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വുമൺ കാൻഡിഡേറ്റ്സിനും അതുപോലെ തന്നെ PWDയും അവർക്ക് എക്സാം ഫീ ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ വുമൺ കാൻഡിഡേറ്റ്സിനും അതുപോലെ തന്നെ PWD കാൻഡിഡേറ്റ്സിനും വളരെ നല്ലൊരു അവസരമാണ് ഇത് എന്നുള്ളത് തന്നെ പറയാം. മറ്റുള്ളവർക്ക് അപേക്ഷിക്കണമെങ്കിൽ ഫീ വേണം. അൺറിസർവ്ഡ് 1000 രൂപയും SC/ST 700 രൂപയും പ്ലസ് GSTയും ഇതിൻ്റെ കൂടെ വരും എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഇതിൽ വരുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് 120 ചോദ്യങ്ങളാണ് വരുന്നത്. അസിസ്റ്റന്റ് വരുന്നത് ജനറൽ ഇംഗ്ലീഷ്, ജനറൽ നോളജ്, ജനറൽ മാത്തമാറ്റിക്സ്, ലോജിക്കൽ റീസണിങ്, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് വരുന്നത്. അസിസ്റ്റൻസ് ഫിനാൻസിൽ വരുന്ന ജനറൽ ഇംഗ്ലീഷ്, ജനറൽ നോളജ്, ജനറൽ മാത്സ്, ലോജിക്കൽ റീസണിങ്, എലമെന്റ്സ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഓഡിറ്റ്, കൊമേഴ്സ്, ടാക്സേഷൻ, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിന്റെ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. ഓക്കെ, ഇതിൽ എങ്ങനെയാണ് വരുന്നത്, ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഏത് രീതിയിലാണ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ള. ജനറൽ ഇംഗ്ലീഷിൽ 30 ചോദ്യങ്ങൾ 30 മാർക്കാണ്. ബാക്കിയുള്ളതെന്നൊക്കെ 90 ചോദ്യങ്ങൾ 90 മാർക്ക്, അങ്ങനെ 120 മാർക്ക്. ടോട്ടൽ നമുക്ക് 120 മിനിറ്റ് ആണ് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ 120 ചോദ്യങ്ങൾക്ക് 2 മണിക്കൂർ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഫിനാൻസിൻ്റെതും അതുപോലെ തന്നെ ഏതൊക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ്. കോസ്റ്റ് അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, മാനേജ്മെന്റ് ഓഡിറ്റ്, ഇതിലൊക്കെ ചോദ്യങ്ങൾ വരും. അതിൻ്റെ ഈ ഒരു സിലബസ് കണ്ടാൽ തന്നെ അറിയാം ഫിനാൻസിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളത് നമുക്കറിയാം. പിന്നെ 0.25 മാർക്ക് നെഗറ്റീവ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാം. 0.25 നെഗറ്റീവ് ആണ് നമ്മുടെ PSCക്കൊക്കെ വരുന്നത് പോലെ തന്നെ. ഇതിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പരീക്ഷാ കേന്ദ്രങ്ങൾ ആകെ 12 ഉള്ളൂ. അതിലൊന്ന് നമ്മുടെ കൊച്ചിനുണ്ട്. അപ്പോൾ അത് നമ്മുടെ പരീക്ഷാ സെന്റർ കൊച്ചി ആയിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സെന്ററുകൾ പ്രിഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ മനസ്സിലാക്കാനുള്ളത്. ബാക്കിയുള്ള മുഴുവൻ ലിങ്കുകളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അസിസ്റ്റന്റ് ആണ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, 41 ഒഴിവുകൾ. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 35 വയസ്സാണ്. ഓക്കെ, ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 50% അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം. അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുൻഗണന ലഭിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അതിൽ അറിയാനുള്ളത്. ബാക്കി പ്രൊമോഷൻ സാധ്യതകളെ പറ്റിയിട്ടൊക്കെ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനി അസിസ്റ്റന്റ് ഫിനാൻസിലാണ് 26 ഒഴിവുകളാണുള്ളത്. ശമ്പളമൊക്കെ കറക്റ്റ് തന്നെയാണ്.
അതിൽ 35 വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത്. OBC SC ST, OBCക്ക് 3 വർഷവും SC STക്ക് 5 വർഷവും വയസ്സിൽ ഇളവ് ലഭിക്കുന്നുണ്ട്. അതിൽ പറയുന്നത് 50% കൂടിയിട്ടുള്ള കൊമേഴ്സ് ബിരുദം അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഇതാണ് അതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത്. കൊമേഴ്സിലുള്ള ബിരുദം 50% മാർക്കോടുകൂടി കൊമേഴ്സിലാണ് നിങ്ങൾക്ക് ഡിഗ്രി ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിൽ നിങ്ങൾക്ക് അറിവ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ അഡീഷണൽ യോഗ്യതയായിട്ട് കണക്കാക്കുമെന്നുള്ളതാണ്. ബാക്കി അതിൻ്റെ പ്രൊമോഷൻ സാധ്യതകളും മറ്റുമൊക്കെ പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പോസ്റ്റിനെ പറ്റി നമുക്ക് അറിയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അപേക്ഷിക്കാം. അപേക്ഷിക്കാനുള്ള ലിങ്ക്, ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾ അപേക്ഷ അയക്കുക. വുമൺ കാൻഡിഡേറ്റ്സിനും അതുപോലെ തന്നെ PWD കാൻഡിഡേറ്റ്സിനും ഇതിന് ഫീ ഇല്ല എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഒത്തിരി പേർക്ക് ഇത് അപേക്ഷിക്കാൻ സാധിക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. കീപ് വാച്ചിങ്, സ്റ്റേ സേഫ്.